താങ്കൾക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ UN-ലായിരുന്നപ്പോൾ ഒരുപക്ഷെ അമേരിക്കയോട് കൂടുതൽ ചേർന്ന് നിന്നിരുന്നെങ്കിൽ സെക്രട്ടറി ജനറൽ ആവാമായിരുന്നു. ഒരു പക്ഷേ അതെ. പക്ഷേ അതും ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾസ്, ഒരു വിശ്വാസങ്ങളും ആർട്ടിക്കിൾ ചെയ്ത മനുഷ്യനാണ് ഞാൻ. എപ്പോഴും ഒരു നയതന്ത്രത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനായി കൂടി ചില കാര്യങ്ങൾ നേരിട്ട് പറയണമല്ലോ. പക്ഷേ ഈ നയതന്ത്ര രംഗത്തെ അനുഭവം താങ്കളെ എന്താണ് പഠിപ്പിച്ചത്? താങ്കൾ സദാം ഹുസൈനെ നേരിട്ട് കണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന തരത്തിലൊരു ഉറപ്പ് വാങ്ങിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ താങ്കൾ പോയിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ്? ഒരുപക്ഷെ അമേരിക്കയേക്കാൾ ഈ കാര്യത്തിൽ വിശ്വസിക്കാവുന്നത് അറബ് ലോകത്തെയാണോ? അല്ലല്ല, അങ്ങനെ പറയരുത്. നമ്മളുടെ ഈ ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഓരോരോ സമയത്ത് ഓരോരോ ജഡ്ജ്മെന്റ് ചെയ്യണം. ഞങ്ങൾ ആ സമയത്ത് വിചാരിച്ചു ബോംബിങ് ചെയ്തു കഴിഞ്ഞാൽ കോപ്പറേഷൻ കംപ്ലീറ്റ്ലി നിൽക്കും. ആ ബോംബിങ് ചെയ്ത ശേഷം അവരെല്ലാം കോപ്പറേഷൻ നിർത്തി. അപ്പോൾ അത് നോക്കുമ്പോൾ സദാം ഹുസൈൻ തെറ്റ് ചെയ്തില്ലേ, അത് ഒരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ കോഫി അനാൻ പേടിച്ച പോലെ ആ കോപ്പറേഷൻ നിന്ന കാരണം പല ഇറാഖികൾക്ക് വിഷമം വന്നു. എന്തായാലും നടന്നതെല്ലാം നടന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, വായിക്കുക, പഠിക്കുക, സംസാരിക്കുക, പക്ഷേ പ്രവർത്തിക്കാനുള്ളത് ഭാവിക്കാണ്. എന്നാൽ ഭാവിയെക്കുറിച്ച് ഒരു ചോദ്യം പറയും. അതായത് ശ്രീലങ്ക, അതുപോലെ തന്നെ ചൈന നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇസ്രയേലും. താങ്കൾ ഒരുപക്ഷെ ഈ തസ്തികയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്കളെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളായിരിക്കും ഇത്. ഇപ്പോൾ ചൈനയ്ക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ താല്പര്യം, അത് ഇന്ത്യ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അല്ല, നോക്കൂ, നമ്മളുടെ ശ്രീലങ്ക നമ്മളുടെ ഒരു നെയ്ബറാണ്. അത് മാത്രമല്ല ശരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ഫ്രറ്റേണൽ റിലേഷൻഷിപ്പാണ്. അവർ നമ്മുടെ ഒരു ബ്രദർ പോലെയാണ്, നമ്മുടെ ഒരു സഹോദരനായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുമാത്രമല്ല അവിടെ എന്ത് നടന്നാലും നമ്മൾക്ക് അതിലൊരു ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ശ്രീലങ്കക്കാരോട് എന്താ പറയുന്നത്, നിങ്ങൾ ജയിച്ചു, നന്നായി. ഒരു ടെററിസ്റ്റ് ഒരു ആക്രമണം ചെയ്ത ആൾ നമ്മുടെ സ്വന്തം രാജീവ് ഗാന്ധി കൊന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഫിനിഷ് ചെയ്തു. പക്ഷേ ഇനി അടുത്തത് ഈ ശ്രീലങ്കയിലത്തെ തമിഴന്മാർ, അവർക്ക് അത് അവരുടെ സ്വന്തം രാജ്യമാണല്ലോ. അവർക്ക് അതിൽ ചില അവകാശങ്ങളുണ്ട്. അവർക്ക് ബഹുമാനത്തോടെ അവരെ സ്വന്തം രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മുമ്പ് പറഞ്ഞ ചില പൊളിറ്റിക്കൽ പ്രോമിസസ് അത് ഫുൾഫിൽ ചെയ്യണം. അത് ഞങ്ങളുടെ കൺസിസ്റ്റൻറ്റ് മെസ്സേജാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ചൈന ഒരു കാര്യം മറക്കല്ല, നമ്മൾ ശരിയാണ് 1962 ഒരു യുദ്ധം അവരൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ നോക്കുമ്പോൾ ടൂറിസം, നമ്മുടെ ആൾക്കാരെ കൈലാഷ് മാൻസരോവറിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ഒരു 50 ലക്ഷം ടൂറിസ്റ്റ് വിസയാണ് കൊടുത്തു കഴിഞ്ഞ ചൈനക്കാർക്ക് നമ്മുടെ ഇന്ത്യ ബന്ധം കാണാൻ. അതുപോലെ തന്നെ ബിസിനസ്സിലും ഇപ്പോൾ അമേരിക്കയെ ഓവർടേക്ക് ചെയ്യാൻ തയ്യാറാണ്. ട്രേഡ് ഫിഗേഴ്സിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യയും ചൈനയിലുള്ള വ്യാസം, ഈ പിന്നെ കോമേഴ്സ്, ചൈന അമേരിക്കയെ ഓവർടേക്ക് ചെയ്യും, നമ്പർ 1 ട്രേഡിംഗ് പാർട്ട്ണറായിരിക്കും. അപ്പോൾ ഈ 62 യുദ്ധത്തിന് സമയം മാത്രം കുറിച്ച് ആലോചിച്ച് കാര്യമില്ല. ചില ജിയോ പൊളിറ്റിക്കൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ബോർഡറിന് ഇപ്പോൾ കൂടി നമ്മൾ സെറ്റിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരേ സമയത്തിൽ നമ്മളുടെ ബന്ധങ്ങൾ വേറെ വിധത്തിൽ കൂടിക്കൂടി വരുന്ന ബന്ധങ്ങളാണ്. ഇന്ത്യൻ കമ്പനി ഷങ്ഹായിൽ ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. അവർ കമ്പനീസ് ഇന്ത്യക്കാരെ, ചെന്നൈയിലെ ഹുവേവേ പറഞ്ഞ കമ്പനി ഒരു 10,000 ഇന്ത്യക്കാരെ അവർ ജോലി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ആ കോപ്പറേഷൻ്റെ ഏരിയ എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, കോൺഫ്രണ്ടേഷൻ്റെ ഏരിയ എങ്ങനെ കമ്മിയാക്കും, അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ഇസ്രായേലിനെ കുറിച്ച് നമ്മുടെ റിലേഷൻഷിപ്പ് വെരി ക്ലിയർ ആണ്. ഇന്ത്യൻ പൊസിഷൻ എപ്പോഴും ഒരു പാലസ്തീൻ രാജ്യം, സ്വതന്ത്രമായ രാജ്യം കാണണമെന്നാണ്. പക്ഷെ ആ രാജ്യം ഇസ്രായേലിൻ്റെ ഒപ്പം പീസ്, സമാധാനത്തും ഒരു സുരക്ഷയോടും രണ്ട് രാജ്യങ്ങളും ജീവിക്കണം. അതാണ് നമ്മുടെ വിഷയം. നമുക്ക് ഇസ്രായേലിലും അംബാസഡർ ഉണ്ട്, പാലസ്തീൻ്റെ ഒപ്പം നമ്മൾക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ വർഷവും ഒരു പാലസ്തീനെ കുറിച്ചൊരു കോൺഫറൻസ് ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ നല്ലപോലെ അറിയും. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മന്ത്രിസ്ഥാനത്തിൽ നമ്മളുടെ ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേലും എൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഏരിയയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോളിസിയെ കുറിച്ച് ആർക്കും ഒരു സംശയം. പക്ഷേ അതൊരു അപകടം പിടിച്ച കാര്യമായിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല? അത് പരമ്പരാഗതമായിട്ട് ഇന്ത്യക്ക് മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലുമായി എങ്ങനെ സഹകരിക്കും, സൈനികമായി പോലും? സത്യം പറയുന്നത് നമ്മൾ പാലസ്തീനിയൻ ആൾക്കാരും കൂടി, അവിടുത്തെ നേതാവുകൾ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ച പാലസ്തീനിയന്മാരാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ഈ രണ്ട് ബന്ധങ്ങളുള്ളത് നല്ലതാണ്. അപ്പോൾ സംശയമില്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുമല്ലോ ഇസ്രായേലിനോട്. അത് സത്യമാണ്. നമ്മൾ ഈ ഇസ്രായേലിനെ പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മുമ്പ് തന്നെ
നമ്മൾ പാലസ്തീൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നെഹ്റുജി മുതൽക്ക് ഗാന്ധിജി അടക്കം ആ സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് ഒരേ സമയത്ത് ജൂയിഷ് ആൾക്കാരെ ജർമ്മനി ഒപ്രസ് ചെയ്തപ്പോൾ, ഹിറ്റ്ലർ അവരെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ നെഹ്റുജിയാണ് എല്ലാം വെച്ച് ആദ്യം ഈ ഏത് ബ്രിട്ടീഷ് കോളനിയിൽ നോക്കിക്കോളും, അവരാണ് ആദ്യം ജൂസിനെ കുറിച്ച് അവരെ സപ്പോർട്ട് ചെയ്യണം, ഈ ഹിറ്റ്ലറിനെ എതിർക്കണം എന്ന് പറഞ്ഞത്. നെഹ്റുജിൻ്റെ ഭാര്യ മരിക്കാൻ കിടക്കുമ്പോൾ ജർമ്മനിയിൽ അദ്ദേഹം അവരെ കാണാൻ പോയപ്പോൾ ജൂയിഷ് ഓൺഡ് കടയിൽ മാത്രമേ ഷോപ്പിംഗ് ചെയ്തുള്ളൂ എല്ലാ ദിവസത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രത്തോളം ഒരു പ്രിൻസിപ്പിൾ ഒരു മനുഷ്യനാണ് നെഹ്റു പറഞ്ഞു ജൂയിഷ് ആൾക്കാരെ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരണം, ഹിറ്റ്ലർ കൊല്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ പറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ ജൂയിഷ് ആൾക്കാർക്കും അറിയാം, ഇസ്രയേലി ആൾക്കാർക്കും അറിയാം, ഇന്ത്യ അവരുടെ എതിരല്ല, അവർക്ക് ബഹുമാനത്തോടെ ജീവിക്കാൻ. നമ്മളുടെ കേരളത്തിൽ പ്രത്യേകിച്ച് 2500 വർഷമായില്ലേ ജൂസ് വരാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒരു ആൻറ്റി ജൂയിഷ് ഇൻസിഡൻറ്റ് കൂടി നടന്നിട്ടില്ല. അത് ലോകത്തിലെ ഒരു എക്സാമ്പിൾ, ഉദാഹരണം ഒന്നേ ഉള്ളൂ, കേരളം മാത്രമേ. അതോടൊപ്പം തന്നെ ഒരേ സമയത്തിൽ പാലസ്തീനിൻ്റെ അവകാശങ്ങളും പാലസ്തീനിയൻസിൻ്റെ ദുഃഖങ്ങളും കണ്ടിട്ട് നമ്മൾ ഇൻഡിഫറൻ്റ് ആവാൻ സാധിക്കില്ല. അതെ. അതോടൊപ്പം തന്നെ ഈ അമേരിക്കയോടും ഇസ്രയേലിനോടും താങ്കൾ സ്വീകരിക്കുന്ന നയമുണ്ടല്ലോ, അത് തിരുവനന്തപുരത്ത് താങ്കൾക്ക് വോട്ട് ചെയ്ത ആളുകൾ സൂക്ഷ്മമായി വീക്ഷിക്കും എന്നൊരു വിചാരം താങ്കൾക്കുണ്ടോ? വിദേശ കാര്യത്തിൽ എനിക്കൊരു പോളിസിയില്ല, നമ്മുടെ രാജ്യത്തിനൊരു പോളിസിയുണ്ട്. പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പോളിസിയാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ആ പോളിസി എൻ്റെ വിശ്വാസത്തിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പാലസ്തീൻ രാജ്യവും വേണം, ഇസ്രയേലിൻ്റെ ഒപ്പം നമുക്ക് നല്ല ബന്ധങ്ങളുമാണ്, രണ്ടും ഒരേ സമയത്ത് ഇരിക്കും. തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെയുള്ള താങ്കളുടെ നയത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി എന്ന് താങ്കൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ ചൂടിൽ എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. എന്നെപ്പോലുള്ള മനുഷ്യനെ ഒരു ആൻറ്റി മുസ്ലിം ആക്കാൻ ശ്രമിച്ചത് ശരിക്കും അവർക്ക് ധൈര്യമുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ ഒരു 25 വർഷമായി ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ച് എഴുതലും, ബാബറി മസ്ജിദ് മുതൽക്ക് ഗുജറാത്ത് റൈറ്റ്സ് വരെ ലോകം മുഴുവൻ ഞാൻ പ്രസംഗിച്ചതും ആർട്ടിക്കിൾസ് എഴുതിയതും അവർക്ക് വേണ്ടി ഒന്നും. ശേഷം എനിക്ക് മുസ്ലിം സമുദായത്തിന് പല അവാർഡ്സും കൂടി കിട്ടിയിട്ടുണ്ട്. ഈ വർഷം കൂടി നമ്മളുടെ സാക്കിർ ഹുസൈൻ മെമ്മോറിയൽ അവാർഡ് ഈ വർഷം കിട്ടിയത് എനിക്കായിരുന്നു. ജനുവരി മാസം രാഷ്ട്രീയത്തിൽ ചേരുന്ന മുമ്പ് മാർച്ചിൽ ഞാൻ ഹക്കീം ഖാൻ സൂർ നാഷണൽ ഇൻറ്റിഗ്രേഷൻ അവാർഡ് നസീറുദ്ദീൻ ഷാൻ്റെ ഒപ്പം പങ്കെടുത്ത് അവാർഡ് കിട്ടിയിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത് രാഷ്ട്രീയം ചേരാൻ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി അവരൊരു ആൻറ്റി മുസ്ലിം ആക്കാൻ ശ്രമിച്ചത് അവർ ധൈര്യത്തെ സമ്മതിക്കണം. അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക് പറയാം. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനകത്ത് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ താങ്കൾ അത് സ്വാഗതം ചെയ്യേണ്ടതല്ലേ? അല്ല, എൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിൽ ഈ ലൈവ് ഡിബേറ്റ്സ് ഒക്കെ നടത്തില്ലേ ഈ സ്ഥാനാർത്ഥികളെ വെച്ചിട്ട്. അപ്പോൾ എപ്പോഴും അടുത്ത പക്ഷിൽ ഒരു അഡ്വക്കേറ്റ് വരും, എൻ്റെ പുസ്തകം എപ്പോഴും വഴിയിൽ കാണും, എപ്പോഴും പുസ്തകം തുറന്നിട്ട് 2 വാചകം വായിക്കാൻ തുടങ്ങി. ഞാൻ ചിരിച്ചു. പക്ഷെ അദ്ദേഹം 4ാമത്തെ 5ാമത്തെ പ്രാവശ്യം പുസ്തകം തുറന്ന് ഞാൻ പറഞ്ഞു ഇതിന് ആദ്യം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ മാനക്കേട് വന്നിട്ട് അടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇതൊന്നും പേഴ്സണൽ, അത് രാഷ്ട്രീയമാണ്. എന്നിട്ട് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഈ ബാർ അസോസിയേഷൻ ഞാൻ ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ അതൊക്കെ മറക്കും, ഞാൻ നിങ്ങളൊപ്പം, നിങ്ങൾ എൻ്റെ MP ആണ്, ഏത് കാര്യത്തിലും ഞാൻ നിങ്ങളൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലായത്, നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞാൽ ചിലവർ അവരെ മനുഷ്യത്വം മറക്കും, എന്നിട്ട് നുണ പറയും, തെറ്റ് പറയും. ഒരു ശരിക്ക് രാഷ്ട്രീയ ധർമ്മം കൂടി വേണ്ടേ നമ്മളുടെ. ഒരു രാഷ്ട്രീയ ധർമ്മം ഉണ്ടെങ്കിൽ ആൾക്കാർ സത്യം പറയാൻ ശ്രമിക്കും. ആൾക്കാരെ കുറിച്ച് പറയണത് ശരി, ഞാൻ തിരുവനന്തപുരത്ത് വികസനത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ എതിര് പറയാറുന്നില്ല ഇവർ. ഇങ്ങനെയല്ല വികസനം ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ അതിനൊക്കെ പറയണ പകരം എന്നെ വിഷയമാക്കാൻ ശ്രമിച്ചവർ. അങ്ങനെയുള്ള രാഷ്ട്രീയം നന്നല്ല രാജ്യത്തിന്. അതാണ് എൻ്റെ അഭിപ്രായം.